ഇന്നത്തോടെ എല്ലാം തീർന്നടാ. അവളെല്ലാം കേട്ടു. ഇനി നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല. അമ്മ എന്തായി പറയുന്നേ? ആര് കേട്ടുന്ന? വാസുകിയോ? അവള് തന്നെ. അവളാ കഥകിന് പിന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഒക്കെ കേട്ടു കാണും. കണ്ണു മേയിച്ചു നിൽക്കാതെ ഒന്ന് പോയി നോക്ക് ചെറുക്ക. മനു മുറിക്ക് പുറത്തേക്ക് പോയപ്പോൾ ബോധരഹിതയായി കിടക്കുന്ന വാസുകിയെ ആണ് കണ്ടത്. അശ്വതി, അശ്വതി. മനു കവിളിൽ തട്ടി അവളെ ഉണർത്താൻ നോക്കി. അമ്മേ, കുറച്ച് വെള്ളം ഇങ്ങടക്ക്. ഇവൾക്ക് ബോധമില്ല. വെള്ളം ഒഴിച്ച് എണീപ്പിക്കണ്ട. ആ മുദ്രപത്രത്തിൽ അവളുടെ വിരൽ പതിപ്പിച്ചിട്ട് ഇപ്പോൾ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം അല്ലേ? അവൾ എണീറ്റ് വരുമ്പോൾ നമ്മുടെ ഗതി അധോഗതിയാവും. എന്താടാ? കൊല്ലാൻ നമുക്ക് ഇവളെ. മനു അമ്മയെ ദേഷ്യത്തോടെ നോക്കി. ഒന്ന് പോകുന്നുണ്ടോ? ഓരോ പൊട്ടത്തരവും പറഞ്ഞു വന്നോളും. വീട്ടിൽ കിടന്ന് മതിയായോ അമ്മക്ക്? ഗവൺമെൻറ് ചിലവിൽ കഴിയാൻ വല്ലാത്ത പൂതിയാണല്ലോ. അതിന് നീ ചൊവ്വാടാ മാത്രം. ഞാനിപ്പോൾ എന്താ പറഞ്ഞടാ? അവൾക്ക് ബോധം വീണാൽ നമ്മുടെ കള്ളത്തരം ഒക്കെ അവൾക്ക് മനസ്സിലാകും. അതിനു മുന്നേ ആ വിരലടയാളം ഇങ്ങ് എടുക്ക ചെറുക്ക. ഓ, എൻ്റെ മോൻ ഈ സുന്ദരയിൽ മയങ്ങിയിരിക്കുക. അതുകൊണ്ട് അമ്മ പറയണത് ഒന്നും നിനക്കിപ്പോൾ തലയിൽ കയറത്തില്ല. സുഭദ്ര പോയി വെള്ളം എടുത്തു കൊണ്ടുവന്നു. ഇന്ന ഒഴുക്ക്. അവളുടെ തലവഴി തന്നെ ഒഴുക്ക്. വാസുകി കണ്ണു തുറന്നു. അവരെ തന്നെ നോക്കി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അവളെല്ലാം കേട്ടു. ആ നോട്ടം കണ്ടാൽ അറിയാം. സുഭദ്ര മനുവിൻ്റെ കാതിൽ അടക്കം പറഞ്ഞു. ഏട്ടാ, എനിക്ക് വെള്ളം വേണം. മനു ഗ്ലാസ്സിൽ വെള്ളം പകർന്നു വാസുകിക്ക് കൊടുത്തു. എന്തു പറ്റി തനിക്ക്? അറിയില്ല ഏട്ടാ. പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. നല്ല പരവേശവും. ഞാൻ കുറെ വിളിച്ചിട്ടും ഏട്ടൻ കേട്ടില്ല. അതാ ഞാൻ താഴേക്ക് വന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴേക്കും ഞാൻ വീണുപോയി. ആഹാ, മോള് തല കറങ്ങി വീണതായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞതൊന്നും കേട്ടില്ല അല്ലേ? നല്ലത്. മനുവും ഞെട്ടലോടെ അമ്മയെ നോക്കി. നാശം, എല്ലാം കുളമാക്കും ഇന്ന്. ഞാൻ തലക്കറങ്ങി വീണത് അമ്മക്ക് വലിയ സന്തോഷമായെന്ന് തോന്നുന്നല്ലോ. പെട്ടെന്നായിരുന്നു വാസുകിയുടെ ചോദ്യം. അല്ല മോളെ, കല്യാണം കഴിഞ്ഞ പെൺപിള്ളർ തല കറങ്ങി വീഴുന്നതും ചിലപ്പോൾ സന്തോഷം തന്നെയാണ്. അതാ അമ്മ ഉദ്ദേശിച്ചത്. ഇനി അങ്ങനെ എന്തേലും. എന്നാൽ മോൾ പോയി കിടന്നു. മനു മോളെ റൂമിൽ കൊണ്ട് കിടത്തി. ഞാൻ പൊക്കോളാം മനുവേട്ട. വാസുകി തനിയെ മുകളിലേക്ക് കയറിപ്പോയി. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കിയും കണ്ടും സംസാരിക്കണമെന്ന്. തല കറങ്ങി വീണത് നന്നായി പോലും. ഉടനെ അവൾ ചോദിച്ചത് കേട്ടോ? ഇല്ലടാ. ഒക്കെ തൻ്റെ അസുഖത്തിൻ്റെ കാര്യമാ. അതൊക്കെ കേട്ടാൽ തനിക്ക് വിഷമം ആകും. അതാ നമ്മൾ തന്നെ കൂട്ടാതെ. വാസുകി ഒന്ന് മൂളുക മാത്രം ചെയ്തിട്ട് മുകളിലേക്ക് പോയി. ഇപ്പോൾ എന്തായി? അമ്മയുടെ ഈ നാക്ക് എല്ലാം നശിപ്പിച്ചേനെ ഇപ്പോൾ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവളെ അങ്ങ് കൊന്നുകളയാൻ. നീയല്ലേ കേൾക്കാത്തെ? ഇപ്പോൾ ഇവൾക്ക് യാതൊരു അസുഖവുമില്ല. ഓ, ഞാൻ അത്രയും ചിന്തിച്ചില്ല. പിന്നെ അവളൊന്നും കേട്ടില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനൊരു ബുദ്ധി തോന്നിയത് കൊണ്ട് രക്ഷപ്പെട്ടു. സുഭദ്രയുടെ കണ്ണുകൾ തന്നെ കണ്ടുപിടിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. കാക്കയുടെ കണ്ണ് ആ തള്ളക്ക്. ഇല്ലെങ്കിൽ നീ പെട്ടേനെ പെണ്ണെ. സൂക്ഷിക്കണം. ആ തള്ള ചികഞ്ഞു ചികഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും വേണം? ഞാൻ ചായ എടുക്കാൻ വന്നത് അമ്മ. അമ്മ ഇനി അങ്ങോട്ട് കയറി വരണ്ടല്ലോ എന്ന് കരുതി. എത്രയെന്ന് പറഞ്ഞ അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ ഞാനും സഹായിക്കാം. ശരി, ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ പോയി കിടക്കാൻ അമ്മ എന്നോട് പറയരുത്. എപ്പോഴും കിടന്നു കിടന്ന് എനിക്ക് മതിയായി അമ്മേ. വാസുകി ഇടത് കൈകൊണ്ട് ചായ പകരാൻ തുടങ്ങി. ഒറ്റ കൈ കൊണ്ട് ചെറിയ പണിയൊക്കെ ചെയ്യാമല്ലേ? എന്നാൽ മോൾ ആ ദോശ ഒന്ന് ചുട. മോളുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ദോശയും ചമ്മന്തിയും നല്ല സ്വാദാ. അമ്മ തേങ്ങ അരച്ചിട്ട് ഇപ്പോൾ വരാം പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരുന്നു സുഭദ്ര. വാസുകിക്ക് അത് കണ്ട് ചിരി പൊട്ടി. അല്ലെങ്കിലും വാക്ക് രുചിയായി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെത്താനെ ഉണ്ടാക്കണം. അവൾ ദോശ ചുടുവാൻ തുടങ്ങി. മനു വന്നപ്പോൾ അടുക്കളയിൽ വാസുകിയെ കണ്ട് അത്ഭുതപ്പെട്ടു. സാരമില്ല മനുവേട്ട, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏട്ടൻ കഴിക്കാൻ വരുമല്ലേ? മനുവും വാസുകിയും ഒരുമിച്ചാണ് കഴിക്കാൻ ഇരുന്നത്. സുഭദ്ര രണ്ടുപേർക്കും വിളമ്പിക്കൊടുത്തു. മനു പോയി കഴിഞ്ഞ ഉടനെ വാസുകി മുറിയിലേക്ക് കയറിപ്പോയി. നീ ഏതാടാ? മനുവിനെ എങ്ങനെ അറിയാം?
നിന്റെ തലേന്ന് ആ കുന്ത്രാണ്ടം മൂരത്തില്ലേ? സോറി അമ്മേ. ഇവിടെ താമസിക്കാൻ ഒരാൾ വരുന്ന കാര്യം മനു പറഞ്ഞിരുന്നില്ലേ? അത് ഞാനാണ്. ഓ, വാടക. ആ പുറത്തു കൂടിയുള്ള സ്റ്റെയർ നിന്റെ റൂമിലേക്കാ. അതിലെ പൊക്കോണം. വീടിൻ്റെ അകത്തേക്കൊന്നും വരണ്ട. മോള് റൂം കാണിച്ചു തരും. സുഭദ്ര വാസുകിയെ വിളിച്ചു റൂം കാണിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു. ഹായ് നൈസ്, അയാൾ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത്? സോറി, ചില തമാശകൾ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്. അറിയാതെ ചിരിച്ചു പോകും. തൻ്റെ ഒരു ഫോട്ടോ തരാമോടോ? പെട്ടെന്നായിരുന്നു അവൻ്റെ ചോദ്യം. അന്തം വിട്ടു നിൽക്കുന്ന വാസുകിയെ നോക്കി കണ്ണുറുക്കി ചിരിച്ചിട്ട് അവൻ പറഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ ഭദ്രകാളിയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഇപ്പോൾ തന്നെ കണ്ടാൽ അതുപോലെ ഉണ്ട്. അതേ ഭാവം. അതുകൊണ്ട് ചോദിച്ചതാ. ഇതൊക്കെ എവിടുന്ന് വരുന്നു ആവോ? ഇവിടെ ഒടുക്കങ്ങളെ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വേറെ ഒരെണ്ണം കൂടി. അവൾ താഴെ ഹാളിലേക്ക് ചെന്നു. താനെന്താടോ ശത്രുക്കൾക്ക് കൊടുക്കുന്ന പോലെ? ഞാൻ തന്നോട് എന്തു ചെയ്തു? വൈകിട്ട് മനു വന്നപ്പോൾ നൈസ് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ വിശേഷങ്ങളൊക്കെ പങ്കുചെയ്തു. നൈസ്, നീ എൻ്റെ അമ്മയെയും ഭാര്യയെയും പരിചയപ്പെട്ടില്ലേ? നൈസിൻ്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി. കണ്ണുകൾ ചെറിയ നനവ് പടർന്നു. ഉടൻ തന്നെ അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിരിഞ്ഞു. അശ്വതിക്ക് ഞാൻ വന്നത് തീരെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നല്ലോ മനു. പ്രശ്നാവോ? ഹേയ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല നൈസ്. ഞാൻ നേരത്തെ പറയാത്തതിൻ്റെ പരിഭവമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഇല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുത്തോളാം. എന്തായാലും ഇഷ്ടപ്പെട്ടു പോയില്ലേ? വാസുകിയുടെ മുഖത്ത് നോക്കിയാണ് നൈസ് പറഞ്ഞത്. ഐ മീൻ ഈ വീട്. മനു അമ്മ പിന്നെ സോറി, ഞാൻ സംസാരിച്ചിരുന്നു കളഞ്ഞല്ലേ. മനു വന്നിട്ട് ഫ്രഷ് ആയത് പോലുമില്ലല്ലോ. നൈസ് പെട്ടെന്ന് വിഷയം മാറ്റി. ഓ, നേരം ഒരുപാടായി. എങ്കിൽ ഞാൻ ഫ്രഷായി വരാം. എന്നിട്ട് ഒരുമിച്ചാകാം ഫുഡ്. മനുവിൻ്റെ ഒപ്പം വാസുകിയും റൂമിലേക്ക് ചെന്നു. ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ എന്നോടും കൂടി ഒന്ന് പറയാമായിരുന്നു മനുവേട്ടക്ക്. അയാളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയാളുടെ ഒരു നോട്ടവും സംസാരവും. എൻ്റെ പെണ്ണ്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എടുത്തു ചാടിയുള്ള സംസാരവും പെരുമാറ്റവും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്നോടുള്ള പെരുമാറ്റം. കണ്ടാൽ പറയൂ ഞങ്ങൾ തമ്മിൽ 2 ദിവസത്തെ പരിചയമുള്ളൂ എന്ന്. വാസുകി അത്ഭുതപ്പെട്ടു. 2 ദിവസത്തെ പരിചയമോ? യെസ്, നൈസ് ഓഫീസിൽ വന്നിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. പിന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏട്ടാ, അയാൾ വീട് വാടകയ്ക്ക് തരുമോ ഇങ്ങോട്ട് ചോദിച്ചതാണോ? അതെ, വല്ലാത്ത നിർബന്ധം കാരണം ഒടുക്കം ഞാൻ സമ്മതിച്ചു. ഒരേ ഓഫീസിൽ അല്ലേ, ഒരുമിച്ച് പോവുകയും ചെയ്യാമല്ലോ എന്ന് കരുതി. എന്താടോ, ഇവിടെയുള്ള ശല്യങ്ങൾ പോരാഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഒരുന്നിനെയും കൂടി കൂട്ടുകൊണ്ടുവന്നിരിക്കുന്നു. എങ്കിലും ആരായിരിക്കും അയാൾ? ഇനി കൂടുതൽ സൂക്ഷിക്കണം. ചിലപ്പോൾ മനുവിൻ്റെ സഹായം ആകാം. ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴേക്കും മനു കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം. മനുവിൻ്റെ നീക്കങ്ങൾ പെട്ടെന്നായിരിക്കും.